എന്താണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വിവാഹം ചെയ്തത് മുതൽ ഒരു ബന്ധവും ഇല്ല. അവരുമായിട്ട് ആ കല്യാണം നടക്കുന്ന സമയത്തും അവരോട് സഹകരിച്ചിട്ടില്ല. കാരണം അവർ കുടുംബത്തിന് എതിർപ്പുണ്ടായിരുന്ന ഒരു കല്യാണമായിരുന്നു. അതിൻ്റെ എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ആയിഷ മുഹമ്മദ്, ഡോക്ടർ അലി, ഇവർ തമ്മിലുള്ള വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് ഞാൻ ചുരുക്കിയൊന്ന് പറഞ്ഞു തരാം. ഡോക്ടർ ആയിഷ മുഹമ്മദും ഡോക്ടർ അലിയും ഭാര്യയും ഭർത്താവും ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഡോക്ടർ അലി രണ്ടാമതൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഭാര്യയെ അറിയിക്കാണ്ട് രണ്ടാമത് വിവാഹം കഴിച്ചിട്ട് ആദ്യത്തെ ഭാര്യയെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഈ ഡോക്ടർ അലിയും ഡോക്ടർ ആയിഷ മുഹമ്മദും ലവ് മാരേജ് ആയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. അതിലൊരു കുട്ടിയുമുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ഡോക്ടർ ആയിഷയ്ക്ക് പെരുവഴിയിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. കല്യാണം കഴിച്ച സമയത്ത് 100 പവനും 15 ലക്ഷം രൂപയൊക്കെ കൊടുത്തെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ പറഞ്ഞ പൈസയും ഈ പോയ സ്വർണവും തിരിച്ച് ഡോക്ടർ അലി ഈ പറയുന്ന ആയിഷയ്ക്ക് കൊടുക്കണം, എന്നിട്ട് നിയമപരമായിട്ട് വേർപിരിയുക. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. എന്നാൽ ഇന്ന് ആ ഡോക്ടർ ആയിഷ 10-12 ദിവസത്തിന് മേളിലായി ഈ പറയുന്ന ഡോക്ടർ അലിയുടെ വീടിന് മുന്നിൽ സമരം കിടക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, നിങ്ങളൊരു അവസ്ഥ ആലോചിച്ച് നോക്കണം. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിച്ചുകൊണ്ട് പോവുകയാണ്. എനിക്ക് സ്ത്രീകളുടെ അടുത്താണ് ചോദിക്കാനുള്ളത്. പെട്ടെന്ന് ഒരു നിമിഷം പറയുകയാണ്, ഞാൻ വേറെ കല്യാണം കഴിച്ചിരിക്കുകയാണ്, എനിക്ക് ഒരു ഭാര്യയും കൂടിയായി, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ എന്നുള്ളൊരു മൂഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ മാനസികാവസ്ഥ ഏത് ലെവലിൽ പോകും? എന്നാൽ കഴിഞ്ഞ കുറെ വർഷമായി ഇവർ തമ്മിൽ പ്രശ്നങ്ങളായിട്ട് മാറി നിൽക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെയാണ്, നിയമപരമായിട്ട് വേർപിരിഞ്ഞിട്ടില്ല. ഇവിടെ അലി എന്ന് പറയുന്ന വ്യക്തിക്ക് ഉറപ്പായിട്ടും നിയമപരമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം മറ്റൊരു ബന്ധത്തിലോ മറ്റ് 16 ബന്ധത്തിലോ പോകാമായിരുന്നു. അല്ലാണ്ട് നിയമപരമായിട്ട് ഇവരെ ഭാര്യയാക്കി വെച്ചുകൊണ്ട് നൈസായിട്ട് വേറെയും കെട്ടി സുഖമായിട്ട് ജീവിക്കുന്ന അതൊരു മറ്റേ എടുത്ത പരിപാടിയാണ് എൻ്റെ പൊന്നലിയേട്ട. ഓക്കെ, കാരണം ഇവരുടെ വാങ്ങിയ സ്വർണ്ണമോ കാര്യങ്ങളോ ഒന്നും തിരിച്ചു കൊടുക്കണ്ടല്ലോ നിയമപരമായിട്ട് ഇവർ ഭാര്യയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ. എന്നിട്ട് വേറൊരു കിളമെന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ 4 കെട്ടാന്ന്. ഞാൻ 2 കെട്ടി, 2 എൻ്റെ കൂടെ ഇല്ല, മക്കളെ എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല, മക്കളെൻ്റെ അത് മിണ്ടത്തില്ലെന്ന്. എന്താണാടോ താനൊക്കെ ജീവിക്കുന്നത്? അങ്ങനെ ഒരു കിളവൻ്റെ അത് നമ്മളന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ റീസെന്റ് അലി എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു വ്ളോഗറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ. അപ്പോൾ അലി സംസാരിക്കുന്ന സമയത്ത് അലിയെ ന്യായീകരിച്ച് അലിയുടെ സൈഡാണ് ശരിയെന്നുള്ള രീതിയിലേ സംസാരിക്കത്തുള്ളൂ, അങ്ങനെ വരത്തുള്ളൂ, അങ്ങനെ പറയത്തുള്ളൂ. ഓക്കെ, ഈ ഒരു ആയിഷ മുഹമ്മദ് ഒരു കാര്യവും ഇല്ലാണ്ട് ഇത്രയും ദിവസം മറ്റൊരുത്തൻ്റെ വീട്ടുകടയിൽ പോയി സമരം കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് കിട്ടേണ്ട 100 പവൻ സ്വർണം പോയ കാശും കിട്ടണം. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ അവർ ഡിവോഴ്സും വാങ്ങി അവരെ കാര്യം നോക്കും. കാരണം നാളെ ആ മകളെ വളർത്തണം. ആ മകള് ഈ പറയുന്ന അലിയുടെയും കൂടെ ആണല്ലോ. പക്ഷെ അതിന്റെ കാര്യത്തിലൊന്നും ഒരു കൺസേണും ഇല്ല. അതുകൊണ്ട് ആ മകളെ നാളെ അവർക്ക് ഒറ്റയ്ക്ക് വളർത്തണമെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും കൊടുത്തിട്ടുള്ള 100 പവൻ സ്വർണവും ബാക്കി കാശും കൊടുക്കണം. എല്ലാം വാങ്ങി ഞണ്ണിയാ പോരാ, വേറെ കെട്ടി സുഖം തേടി പോകുമ്പോഴേ ആദ്യം വാങ്ങിയൊക്കെ തിരിച്ച് കൊടുക്കണം കേട്ടോ അലിയേട്ടാ. എന്തായാലും ഈ അലിയേട്ടന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി അൽത്തൂന്റെ അടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. എന്തായാലും അൽത്തൂന്റെ അടുത്ത് അലിയേട്ടനും വിളിച്ച് കുറെ കിടന്ന് മെഴുകിയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ആയിഷയുടെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ. ഓക്കെ, അതിനുശേഷം ആ ബന്ധുക്കളുടെ വോയിസ് ഞാനൊന്ന് കേൾപ്പിക്കാം, ഒന്ന് കേട്ടു നോക്കാം. അൽത്താഫ്, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ആക്ച്വലി ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ച് സംസാരിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു സാഹചര്യം, ഇതിൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞ് 2 സൈഡും മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ 2 സൈഡല്ല, 3 സൈഡുണ്ട്. അതായത് അലിയുടെ ഒരു സൈഡുണ്ട്, ആയിഷയുടെ ഒരു സൈഡുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഈ ഒരു വിഷയം ശക്തമായത് മുതൽ വേറൊരു ഇത് അതിലേക്ക് വന്നിട്ടുള്ളത് അലിയുടെ കുടുംബം, അതായത് ഇവളുടെ ആയിഷയുടെ ഭർത്താവിൻ്റെ കുടുംബം. എന്താണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അലിയുടെ കുടുംബം അലിയുമായിട്ട് ആയിഷയും അലിയും വിവാഹം ചെയ്തത് മുതൽ ഒരു ബന്ധവും ഇല്ല. അവരുമായിട്ട് ആ കല്യാണം നടക്കുന്ന സമയത്തും അവരോട് സഹകരിച്ചിട്ടില്ല. കാരണം അവർ കുടുംബത്തിന് എതിർപ്പുണ്ടായിരുന്ന ഒരു കല്യാണമായിരുന്നു. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അവർ പാടെ ഒഴിവാക്കി എന്ന് പറയാം. അലീനെ ഒഴിവാക്കി. അപ്പോൾ അലി ഇവരെ വേറെ കുറച്ച് ആൾക്കാരുടെ സഹായത്തോടുകൂടി കല്യാണം കഴിച്ചിട്ട് അവരവരുടെ ജീവിതമായിട്ട് വേറെ എവിടെയോ പോയി താമസിച്ചു ജീവിച്ചു. 10-13 കൊല്ലം മുമ്പാണ് ഇത് നടക്കുന്നത്. അങ്ങനെ വർഷങ്ങളോളം 5-6 വർഷം അവർ ഒരുമിച്ച് താമസിച്ചു. അതിനിടയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. അതിനുശേഷമാണ് ഇവർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നത്. തർക്കം ഉണ്ടായി 2 പേരും കൂടി പിരിഞ്ഞുപോയി. ആയിഷയുടെ സ്പേസിലേക്കും അലിയുടെ സ്പേസിലേക്കും പിരിഞ്ഞു പോയിട്ട് പിന്നെയും അവർ 5-6 കൊല്ലം ജീവിച്ചു പിരിഞ്ഞതിന് ശേഷം. അതിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും, പരസ്പരം മത്സരിച്ചിട്ടുണ്ടാവും. നീ ഇല്ലാതെയും ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ 2 പേരും മത്സരിച്ചുകൊണ്ട് 2 സൈഡിൽ നിന്ന് ജീവിച്ചു. പക്ഷേ ഒരാൾ ഡൗൺ ആയി, മറ്റാൾ കുഴപ്പമില്ലാത്ത ജീവിതമായിട്ട് മുന്നോട്ട് പോയി.
അതിനിടക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഒരു സമരത്തിലേക്കൊക്കെ ഇറങ്ങി തിരിക്കാൻ ഇപ്പോൾ ഉണ്ടായ സാഹചര്യം, അതായത് 6-7 വർഷം കഴിഞ്ഞല്ലോ, എന്നിട്ട് ഇപ്പോൾ ഇറങ്ങി തിരിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അലി ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് അവർ സന്തോഷമായിരിക്കുന്നു എന്നുള്ളത് അവരെ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് അവൾ കാണുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യും, മനസ്സിൽ ഫ്രസ്ട്രേഷൻ വരും. നമ്മളെവിടെ എത്തിയില്ല, അവനും ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം. അപ്പോൾ ഇവരുടെ ഇടയിൽ അന്ന് തർക്കമുണ്ടായ സമയത്ത് തന്നെ ഇവർ കൊടുത്തിരുന്ന ഒരു കേസ് ഉണ്ട്. അപ്പോൾ ഡൈവോഴ്സ് ആവണം എന്നുള്ള ഇവർ രണ്ടാളും തീരുമാനിച്ചിരിക്കണം ഓൾമോസ്റ്റ്. പക്ഷേ ഡിവോഴ്സ് ആവാൻ ഇവൾ വെച്ച ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു എമൗണ്ട് താങ്ങാൻ ഈ അലി എന്ന് പറഞ്ഞ ആൾക്ക് കഴിയില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അതിനെതിരെ അപ്പീലിന് പോയി. കൂടാതെ ഇവൾ കേസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന കുറച്ച് കള്ള ആരോപണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഈ കേസിൻ്റെ ഭാഗത്തിൽ ചേർത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വിധിയും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ കല്യാണം വന്നിട്ട് ഒരു ഹാപ്പി ആയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവർ ഈ വിഷയത്തിലില്ലാത്ത അലിയുടെ കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. അലിയുടെ ഉപ്പ താമസിക്കുന്ന വീട്, അത് അലി ആ വീട്ടിലില്ല, അന്ന് പുറത്തെങ്കിലും ശേഷം ആ വീട്ടിലില്ല. അലി ഉപ്പ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ വന്നിരുന്നു ഇവർ സമരം ചെയ്യാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ സാഹചര്യം. ഇപ്പോൾ ഇതിൽ പൊതുവായിട്ടുള്ള ആക്ഷേപമായിട്ട് വരുന്ന വിഷയമാണ് അവർ ഈ ഒരു ബന്ധം ഡിവോഴ്സ് ആവാതെ അല്ലെങ്കിൽ ഒരു വിധി വരാതെ ഇവർ വേറെ കല്യാണം കഴിച്ചു എന്നുള്ളത് ആണൊരു വിഷയം പറയാം. ആ വിഷയത്തിലും വ്യക്തമായ മറുപടി പറയേണ്ടത് അലിയാണ്. അല്ലെങ്കിൽ അവൾക്ക് അലിക്കെതിരെ ഒരു ഡയറക്റ്റ് അലിയുടെ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്തിട്ടൊക്കെ അവൾക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോയായിരുന്നു. പക്ഷേ അവൾ വന്നിരിക്കുന്നത് അലിയുടെ അതായത് അലിയുടെ ഉപ്പാടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. കാരണം അവിടെ വന്നിരുന്നിട്ട് എങ്ങനെയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക? ഒരിക്കലും സാധിക്കില്ല. കാരണം അവർ പണ്ടേ അലീനെ ഒഴിവാക്കിയതാണ്. പിന്നെ എങ്ങനെയാണ് അലി വീട്ടുകാരത്തിന് പരിഹാരം ഉണ്ടാക്കി? ഇവർ പറയുന്നത് അലിയുടെ കുടുംബത്തിൽ നിന്ന് 1-2 പേര് ഈ പുതിയ വിവാഹത്തിൽ പങ്കെടുത്തത്. അലിയുമായി വ്യക്തിപരമായിട്ട് ബന്ധം സൂക്ഷിക്കുന്ന ആരെങ്കിലും 2 പേര് പങ്കെടുത്തു എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ കുടുംബത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണെന്ന് പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു പേരും പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ആ വീട്ടിൽ കോടതിയിൽ നിന്നൊരു വൈവാഹിക ഭവനമാണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് വാങ്ങിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അതിന് കൂടെ ഇവർ ആഡ് ചെയ്യുന്ന ഒരുപാട് കളവുകളുണ്ട്. അതായത് ഒരു ബന്ധവും ഒരു മര്യാദക്കൊന്ന് ഫേസ് ചെയ്തിട്ട് പോലുമല്ലോ ഇവർ തമ്മിൽ, ആ കുടുംബക്കാരും ഈ പെണ്ണും തമ്മിൽ. അങ്ങനെയുള്ള ആ പെൺകുട്ടി പറയുന്നത് മാനസികമായും ശാരീരികമായും അവളെ പീഡിപ്പിച്ചു എന്നാണ് ആ കുടുംബം. അതും വളരെ വലിയ തെറ്റാണ്. പിന്നെ ഈ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അലി എന്ന് പറയുന്ന വ്യക്തി ആ കുട്ടിയെ നന്നായി നോക്കിയില്ല, ഇത്രയും കാലയളവിൽ ഞാൻ ഒറ്റയ്ക്കാണ് കുട്ടിയെ നോക്കിയതെന്ന് പറയുന്നുണ്ട് അവർ. അതും തെറ്റാണെന്നുള്ളത് അലിയുടെ തന്നെ ഇൻസ്റ്റാ റീൽസ് ഇട്ട് നോക്കിയാൽ മതി. ആ കുട്ടിയും അലിയും തമ്മിലുള്ള ഒരുപാട് വീഡിയോസ് അതിലുണ്ട്. അവർ തമ്മിലുള്ള ബോണ്ടും ആ സ്നേഹപ്രകടനങ്ങളൊക്കെ അതിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ആളും ആ കുട്ടിയും തമ്മിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതും അവൾ മറച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആൾക്കാരെ സമ്മതി പിടിച്ചു പറ്റാൻ കുട്ടിയെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയുന്നത്. ഇതിലിപ്പോൾ ന്യായമല്ലാത്ത വിഷയം ഇതാണ്. ഭർത്താവിൻ്റെ കുടുംബക്കാരെ ഇതിലേക്ക് അവൾ വെറുതെ വലിച്ചഴിച്ചിട്ട് പ്രശ്നം വെറുതെ വലുതാക്കുകയാണ്. അത് അവർ രണ്ടും തമ്മിലും ഉള്ളൊരു പ്രശ്നം മാത്രമാണ്. അലിയും ആയിഷയും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. അവരാണ് അവരുടെ ജീവിതം തീരുമാനിച്ചതും സ്നേഹിച്ചതും പരസ്പരം വിശ്വസിച്ചതും ഒക്കെ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഈ ഭർത്താവിൻ്റെ കുടുംബക്കാർ, ഇതിൽ കക്ഷിയല്ലാത്ത ഭർത്താവിൻ്റെ കുടുംബക്കാർ വലിച്ചഴിച്ചിട്ട് ആ കുടുംബത്തിനെ മൊത്തം നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് പിൻവലിയാൻ മാത്രമാണ് ആ കുടുംബം അവരോട് പറയുന്നുള്ളൂ. നിങ്ങൾ അലിനെ എന്ത് വേണമെങ്കിൽ കാട്ടിക്കോളി, അലിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, കോടതി വഴിയോ അല്ലെങ്കിൽ മറ്റ് ഉപയോഗിക്കുന്ന ഈ സമരമുറ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്തോട്ടെ. പക്ഷേ ഇവിടെ ഈ വീടിൻ്റെ മുമ്പിൽ വന്ന് ചെയ്യരുത് എന്ന് മാത്രമാണ് അവരുടെ റിക്വസ്റ്റ്. ഞാൻ അറിഞ്ഞ മറ്റു കുറച്ച് കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ഈ സ്വർണ്ണത്തിൻ്റെ വിഷയമൊക്കെ പറയുന്നുണ്ടല്ലോ, 900 പവനായിട്ട് അവർ കല്യാണത്തിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ കണ്ടിരുന്നല്ലോ, ഞാനും ഫോട്ടോയിലൂടെയാണ് അത്രയും സ്വർണ്ണമൊക്കെ അവർ കല്യാണത്തിന് ഇട്ടെന്ന് കാണുന്നത് തന്നെ. അപ്പോൾ ഈ സ്വർണം സ്വാഭാവികമാണ്. ഒരു ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് സ്വർണ്ണം ആവട്ടെ എന്തോ ആവട്ടെ അവരെല്ലാം പങ്കുവെച്ചിട്ടായിരിക്കും ജീവിക്കുക. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് അവരെന്ത് ചെയ്യും, അവർ കേസിന് ബലം കൂട്ടാനോ അല്ലെങ്കിൽ അവർക്ക് ആളെ കൂടെ കൂട്ടാനൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അതിനെ വളച്ചൊടിക്കും. അതുതന്നെ ഇവിടെ നടന്നിട്ടുണ്ടാവുക. സംഭവം ശരിയാണ്. അലിയും ഡോക്ടറാണ്. കല്യാണം കഴിക്കുമ്പോൾ ആയിഷ ഡോക്ടറല്ല, അതിന് ശേഷമാണ് ആയിഷ പഠിച്ച് ഡോക്ടറാവുന്നത്. മുമ്പ് പഠനം ഉണ്ടായിരുന്നെങ്കിലും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന കല്യാണത്തിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് ഈ പണമൊക്കെ ഇവർ രണ്ടാളും കൂടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും അവരുടെ കാര്യങ്ങൾക്കായിട്ട്. അപ്പം ഇനി അലിക്കെന്തോ സ്വർണത്തിൽ നിന്ന് ഒരു എമൗണ്ട് മലബാർ ഗോൾഡിൽ എവിടെ കൊണ്ടുപോയി പണം വെച്ചിട്ട് എന്നൊരു എമൗണ്ട് ക്യാഷായിട്ട് അലിക്ക് കൊടുത്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിനൊക്കെ അവരുടെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ സമീപിച്ച് അവർക്കത് മേടിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ.
അങ്ങനെ ചെയ്യാം, അങ്ങനെ പോവാം. പക്ഷേ അതിന് പകരം അവർ ഇവിടെ വന്നിരുന്നത് ചെയ്യുന്നത് എന്തർത്ഥത്തിനാണെന്ന് മനസ്സിലാവണില്ല. അത് ഇനി പലരുടെ അവിടെ പോയിരുന്ന് ചെയ്യണമെങ്കിൽ എന്നാലും വേണ്ടിയില്ല, പക്ഷെ എന്തിനാണ് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിരുന്നത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് പന്തികേട്. എനിക്ക് തോന്നുന്നത് വേറൊരർത്ഥത്തിലും അലീനെ തളർത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബാഡ്ജ് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അവനെ തളർത്താമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ചിലപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടാവുക. അൽത്താഫ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, അവർ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അപ്പുറത്തെ വശങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് ഏതൊക്കെയാണ് അവൾ പറഞ്ഞത് എല്ലാം കളവെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവൾ പറഞ്ഞ സത്യങ്ങളുണ്ടാവും. ആ സത്യത്തോടൊപ്പം അവൾ ചേർത്ത് വെച്ച കുറച്ച് കളവുകൾ കൂടിയുണ്ട്, ആളുകളെ കൺവിൻസ് ചെയ്യാനും ആളുകളെ കൂടെ ചേർക്കാനും സിമ്പതി പിടിച്ചു പറ്റാനൊക്കെ. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തെറ്റിദ്ധാരണയിൽ അൽത്താഫിനെ പോലുള്ള ആൾക്കാർ വീണ് പോകരുത്. സത്യം മനസ്സിലാക്കിയിട്ട് ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ അൽത്താഫിന് എന്തെങ്കിലും സംശയങ്ങൾ വിഷയത്തിലുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു, എനിക്കറിയണതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഞാൻ ഇതിൽ നിഷ്പക്ഷമായിട്ടേ പറയുള്ളൂ. ഞാനിത് അജയുടെ ഭാഗത്ത് നിൽക്കില്ല, ആയിഷയുടെ ഭാഗത്ത് നിൽക്കില്ല. സത്യത്തിൽ ഇതിൽ ആരുടെ ഭാഗത്തും വിധി പറയാൻ നമ്മൾ ആരും ആളല്ല. കുറച്ചും കൂടിയും ആയിഷാനെയും അലീനെ അറിയുന്ന ആളുകൾ നിൽക്കി എനിക്ക് പോലും അതിൽ വിധി പറയാൻ കഴിയില്ല. കാരണം ഇവർ പ്രൈവറ്റായിട്ട് വെക്കുന്ന കാര്യങ്ങളുണ്ട്. അലി ആയാലും ആയിഷ ആയാലും അവർ ആരോടും പറയാൻ ആഗ്രഹിക്കാതെ മറച്ചു വെക്കുന്ന കാര്യങ്ങളുണ്ടാവും. അത് അവർക്ക് ചിലപ്പോൾ കോടതിയിൽ കുറച്ചുകൂടി ഒരു വക്കീൽ മുഖേനൊക്കെ എന്ത് ചെയ്യും പറയാൻ ആക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതിലൂടെയാണ് അവർക്ക് ശരിക്കും വിധി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കേസാണിത്. അപ്പോൾ അതിനെ ഇങ്ങനെ സമൂഹത്തിൽ കൊടുന്നിട്ടത് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല സത്യം പറഞ്ഞാൽ. ഇതുപോലെ ഒരു സൈഡ് മാത്രം കേട്ട് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, ആയിഷാനെ സപ്പോർട്ട് ചെയ്ത് അലിനെ തെറി പറഞ്ഞ് നിൽക്കും. ഇനിയിപ്പോൾ അലിയുടെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പുറത്ത് മോശം പറയും. ഇങ്ങനെ സംഭവിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പം ആകെ ഇടങ്ങേറാവുന്ന ആരാന്നറിയോ, ഇതിലൊരു പ്രശ്നത്തേക്കും ഇല്ലാത്ത ഈ ഭർത്താവിൻ്റെ കുടുംബക്കാരാണ്. അവർ അന്നേ ഇത് ബന്ധത്തിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അലിനെ ഒഴിവാക്കി പെണ്ണിനെ ഒഴിവാക്കിയതാണ്. പിന്നെ ഇപ്പോൾ ഇവർ ആ വീട്ടിലേക്ക് സമരം എന്നുള്ള പേരിൽ കയറി വന്നിട്ട് മുമ്പാരത്തെ ആ വീട്ടിലെ ആളില്ലാതെ വീടിന് മുമ്പാരത്ത് വന്നിരുന്നിട്ട് അവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കി. എന്റെ പൊന്നേട്ടാ, ഈ വോയിസ് കൊടുത്ത ഏട്ടൻ്റെ അടുത്താണ് എനിക്കൊന്ന് പറയാനുള്ളത്. നിങ്ങളുടെ സാധനം എല്ലാം കൂടി നിങ്ങളുടെ ഭാര്യ ഒരു ദിവസം അടിച്ചോണ്ട് വേറൊരുത്തൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും? നല്ല സുഖമായിരിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ പൊന്നേട്ടാ ന്യായീകരിച്ച് മെഴുകരുത്. ആ സ്വർണവും ആ കാശും തിരിച്ചു കൊടുക്കുക. അയ്യോ, അതന്ന് കല്യാണം കഴിച്ചപ്പോൾ കുറെ സ്വർണമൊക്കെ കിട്ടി, പക്ഷെ ആ സ്വർണം എല്ലാം കൂടി ഭാര്യ ഭർത്താവ് ബന്ധമാകുമ്പോൾ എല്ലാം ചിലവാകുമല്ലോ. അങ്ങനെ ആ മൂഡ്. എന്നിട്ട് ഭാര്യയുടെ സ്വർണം എടുത്ത് വിറ്റാലേ പിന്നെ ഇറങ്ങത്തുള്ളൂ. എന്നാൽ വിറ്റ സ്വർണം ഭാര്യ വേർപെടുത്തുമ്പോഴും അതുപോലെ തിരിച്ചു കൊടുക്കാൻ പഠിക്കണം. അല്ലാതെ ന്യായീകരിക്കുകയും ചെയ്യരുത് കേട്ടെ. ആ പെണ്ണ് അവിടെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അവൾ അത്രയും വിഷമിച്ചിട്ടാ. അങ്ങേര് പുതിയ ജീവിതവും സുഖവും തേടി അങ്ങ് പോയി. പക്ഷെ ഇവിടെ അനാഥയായതാരാ? ആ കുട്ടിയും ആ അമ്മയോ. ഓക്കെ, അവർ സമരം കിടക്കുകയാണ്, അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ്. കണ്ടതാ വീഡിയോ, എല്ലാം കണ്ടതാ. എന്നിട്ട് വേറെ പല പേരും പല വാക്കുകൂട്ട് അവളെ വിളിക്കുന്നുണ്ട്, മറ്റങ്ങേര് അവിടെ നിന്ന്. അപ്പൊ ആ രീതിയിലാണ് സംസാരം. തനിക്കൊക്കെ അലിയുടെ അടുത്ത് അലിയുടെ കുടുംബമൊക്കെ ആണെങ്കിൽ അവിടെ ന്യായീകരിച്ച് മെഴുകി അവിടെ എവിടെയെങ്കിൽ മാറിയിരുന്നാൽ മതി കേട്ടാ. കൂടുതലും മെഴുകാൻ നിൽക്കണ്ട. ആ പെണ്ണിന്റെ വാങ്ങിച്ച സ്വർണ്ണവും പണവും തിരിച്ചോട്. കിടന്നങ്ങ് മെഴുകി അടിച്ച് പൊളിച്ച് മെഴുകുക. ഞാൻ ഇതിന് താഴെ എന്താ ഇവര് ഡോക്ടർ ആയിഷ മുഹമ്മദ് ചെയ്തിട്ടുള്ള കമന്റ് ഞാൻ ഒന്ന് വായിക്കാം. ഞാനാണ് ഈ ആയിഷ. ഞാൻ BDS പഠിച്ചത് ഗവൺമെന്റ് മെറിറ്റിലാണ്. PG ചെയ്തത് ഫുൾ NH സ്കോളർഷിപ്പിൽ USA ആണ്. എനപോയ യൂണിവേഴ്സിറ്റി സോഗാരറ്റി ഇന്റർനാഷണൽ സെന്റർ ആൻഡ് NIH ഫണ്ടഡ് പ്രോഗ്രാം ഫോർ ഇന്ത്യ. അതായത് 0 രൂപ 25,000 രൂപ പ്രതിമാസം സ്കോളർഷിപ്പ് തന്നിരുന്നു. നുണയാണ് ഇതെല്ലാം, പച്ചക്കള്ളം. മക്കളെ ഒറ്റയ്ക്ക് ആണ് ഞാൻ വളർത്തുന്നത്. 10,000 രൂപ പോയിട്ട് നയാ പൈസ എനിക്ക് നാളെ ഇതുവരെ 21/8/2026 വരെ തന്നിട്ടില്ല. കേട്ടല്ലോ, ഇത് ചുമ്മാ അല്ല. ഈ ആയിഷയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ കുറെ പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അവർ 0 ഇതിൽ സ്കോളർഷിപ്പ് 25,000 ഇങ്ങോട്ട് വാങ്ങിയിട്ടാണ് അവർ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അവിടെ തന്നെ ഈ അലി എന്ന് പറയുന്നവന്റെ ഉടായ്പും പക്ക കള്ള ഫ്രോഡ് പരിപാടി അവിടെ എക്സ്പോസ് ആകുകയാണ്. അവര് സ്കോളർഷിപ്പോട് പഠിച്ചത് എന്തായാലും അവർ തെളിവ് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ എന്റെ പൊന്നെ അലിയേട്ടനെ ന്യായീകരിക്കുന്നവരും കേൾക്കാനായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആ കാശ് ആ സ്വർണം ഇത് രണ്ടും തിരിച്ചു കൊടുത്തിട്ട് നീ നിന്റെ വഴിക്ക് വെക്കോ, അവർ ജീവിക്കും. ഓക്കെ, കെട്ടുന്ന സമയത്ത് വാങ്ങി ഞണ്ണിയെങ്കിൽ വേറെ പെരിയുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കാൻ പഠിക്കണം കേട്ടാ. 1 2 അല്ല, 100 പവനാ, 100 പവൻ സ്വർണം. ഓക്കെ, നല്ലപോലെ വാങ്ങിച്ച് പുട്ടടിച്ചിട്ട് അവരെ ജീവിതം അവതാളത്തിലാക്കിയിട്ട് വേറെ അങ്ങ് പോയല്ല, സന്തോഷം ആ മൂഡിൽ പോയല്ല, അത് പറ്റൂല. ഓക്കെ,
അവർക്ക് കിട്ടാനുള്ള സ്വർണം കൊടുത്ത് അവർക്ക് കൊടുക്കാനുള്ള പൈസയും കൊടുത്ത് സെറ്റിൽ ചെയ്യുക. എന്നിട്ട് നീ കെട്ട് വീണ് മറ്റേ കളവൻ പറഞ്ഞ പോലെ 4, 5, 6 കെട്ടി പോവുക. എനിക്ക് അതേ പറയാനുള്ളൂ. ഇനി ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ 12-13 ദിവസമായിട്ട് നിങ്ങൾ വേറിട്ടൊരു സമരം അങ്ങനെ പറയാം. ഇതുവരെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സമരം ആരും ഇവിടെ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? അങ്ങനെ നിങ്ങൾ ധൈര്യപൂർവ്വം ഇങ്ങനെ ഭർത്താവിന്റെ വീടിന് മുമ്പ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ശരിക്കും നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? എന്റെ സ്വർണം തിരികെ തരാം. ഓക്കെ. എന്റെ വീട്ടിൽ നിന്നും കുറച്ച് പല തവണകളായി കൈപ്പറ്റിയിട്ടുള്ള കാശ് തിരിച്ചു തരാം. ഓക്കെ. അതിൽ 100 പവൻ സ്വർണവും 10 ലക്ഷം രൂപയാണ്. ഓക്കെ. അതുകൊണ്ട് കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്കത്തോടെ കാര്യങ്ങൾ എത്തിക്കുക. ഓക്കെ. എനിക്ക് അർഹിക്കുന്ന നഷ്ടപരിഹാരവും വേണം. ഓക്കെ. ആ, അതാണ് എന്റെ ആവശ്യം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വരാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് പേരോട് അന്വേഷിച്ചിട്ടാണ് നമ്മൾ നേരെ ഇവിടെ വന്നിട്ടില്ലേ. അവിടുന്ന് നമുക്ക് കിട്ടിയ ചെറിയ സംഭവമാണ് ഇപ്പോൾ പുതിയൊരു സംഭവം കൂടെ. നിങ്ങളിപ്പോൾ ഈ 100 പവൻ ഗോൾഡ് എന്ന് പറയുന്നുണ്ട്. ഈ ഗോൾഡ് നിങ്ങൾ കൊടുത്തൊരു ഫേക്ക് ഗോൾഡ് ആയിരുന്നു എന്ന് പോലും ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. അതിന് കാരണം എന്താ? അതല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു സംഗതി വന്നു എന്നും അത് ഇപ്പം മൊത്തത്തിൽ ഇവിടെ സ്പ്രെഡ് ആയി എന്നൊക്കെ ഇവിടെ ശരിക്കും ഹൈദരാലി എന്ന് പറഞ്ഞൊരു ഇക്കാന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. നേതാവിന്റെ നേതൃത്വത്തിൽ. അതിനകത്ത് ഇവർ ചെന്ന സമയത്ത് ഇവർ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ അത് ഇവരുടെ നിലവാരത്തിന് അവർ കാണിക്കുന്നതല്ലേ. ഈ സ്വർണം ഇതിനും വേറെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്നും ഉപയോഗിച്ചിട്ടുള്ളതല്ല. അദ്ദേഹത്തിന്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് PG സെറ്റ് മേടിക്കാനുള്ള ഡൊണേഷനും ആദ്യ വർഷത്തെ ഫീസുമായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള കാശാണ്. അതിന് എന്റെ വീട്ടിൽ നിന്നും എന്റെ സ്വർണം വിറ്റിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്കകം ഞാൻ എന്റെ മകളെ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് വിറ്റിട്ട് അവർ കൊണ്ടുപോയിട്ടുള്ള കാശാണ്. ശരിക്കും പറഞ്ഞാൽ അവരെ പഠിപ്പിച്ചിട്ട് ഒരു ഡോക്ടർ ആക്കിയത് നിങ്ങളുടെ അന്നത്തെ കാലത്ത് അവരുടെ ആ ഫീസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ സ്വർണം വിറ്റ കാശും ആ ഫീസും മാച്ചിങ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഇതിലിപ്പോ ഒരു കറക്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അവരെ പഠിപ്പിച്ച് ഒരു ഡോക്ടർ ആക്കിയത് നിങ്ങളുടെ ഫാമിലിയാണെന്ന് പറയാം അല്ലേ? ആയിരുന്നു. അവർക്ക് ഉപരിപഠനത്തിന് എല്ലാ സപ്പോർട്ടും കൊടുത്ത ഫാമിലി എന്റെ ഫാമിലിയാണ്. നിങ്ങളുടെ ഫാമിലി അല്ലേ? അദ്ദേഹം ആ കോഴ്സ് തുടങ്ങിയതും എന്റെ സ്വർണം വിറ്റിട്ടാണ്. ഡൊണേഷൻ കൊടുത്തതും ഫസ്റ്റ് ഇയറിന്റെ ഫീസ് കൊടുത്തതും. അതിനുശേഷം ആ 3 വർഷക്കാലം ഓരോ തവണയും കാശിന്റെ ആവശ്യം വരുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. എന്റെ വീട്ടുകാരും ഞാനും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് മൊത്തത്തിലല്ലേ. നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു അല്ലേ? അത് തുടക്കത്തിൽ ഇവരുടെ വീട്ടുകാർ എതിർപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അത് കുറെയൊക്കെ വായിക്കാറുണ്ട്, കുറേയൊന്നും എനിക്ക് എത്തിപ്പെടാറില്ല. പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഓക്കെ. സംഗതിയാണ് നിങ്ങൾ നാട്ടുകാരെടുത്തുനിന്നും അതുപോലെ നാട്ടുകാരെടുത്തുനിന്നും നമ്മുടെ മഹലിൻ്റെ അടുത്തുനിന്നും സപ്പോർട്ട് വരുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. വളരെ എന്താ പറയുക, ആ ഒരു വീഡിയോ ശരിക്കും നമുക്ക് വേദന തോന്നി. ഇവിടെ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആദ്യം ഇത് ഇടപെടുക നമ്മുടെ നാട്ടുകാരും മഹലുമാണ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് മാഡത്തിനെ ഇവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല? ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ നാട്ടുകാരായതുകൊണ്ടായിരിക്കാം. ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമാകാം, സാമ്പത്തികമായിട്ടുള്ള സ്വാധീനമാകാം, അതല്ലെങ്കിൽ എനിക്കറിയില്ല. പിന്നെ അവര് തീരെ ഇടപെട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമല്ലാണ്ടായി പോകും. ഇപ്പോൾ മഹലിനകത്ത് നിന്ന് എനിക്ക് ലെറ്റർ തന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ലെറ്റർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും തന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറും ഒന്നും ഇതിനകത്ത് ഇടപെടാൻ താല്പര്യം ഇല്ല. പിന്നെ ചർച്ചകളിലൊക്കെ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും. ഇതിനകത്ത് എനിക്കിതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒക്കെ ആ സ്ത്രീയുടെ നിസ്സായ അവസ്ഥ അത് തന്നെ പറയേണ്ടി വരും. ഇതുപോലെ ഓരോരുത്തന്മാരൊക്കെ കെട്ടി അവന്മാര് മാക്സിമം ഊറ്റി അടുത്ത് പോകുന്നു വേറെ കെട്ടാനായിട്ട്. സുഖം, സുപരിചിതം, അടിപൊളി ലൈഫ്. ആര് മൂഞ്ചി? അവർ മൂഞ്ചി. എന്നാൽ മൂഞ്ചനോ വേണ്ട. കാരണം അവർക്ക് കിട്ടാനുള്ള സ്വർണവും കാശും തിരിച്ചു കൊടുത്തിട്ട് സെറ്റിൽ ചെയ്യുക. വേറെ ഇതിൻ്റെ അപ്പുറം ഒന്നുമില്ല. എന്നിട്ട് സുഖമായിട്ട് പോയി അലിയേട്ടൻ ജീവിച്ചു. 100 പവൻ സ്വർണ്ണം അങ്ങ് കൊടുത്താൽ മതി. പിന്നെ ഒരു 10 ലക്ഷം 15 ലക്ഷം എന്താ അവർ പറഞ്ഞല്ലോ, അതും കൊടുത്ത് നഷ്ടപരിഹാരം കൊടുത്ത് പ്രോബ്ലം സോൾവ്. ഓക്കെ. ഇതുപോലെ അങ്ങ് സുഖം ആയിട്ട് പോയി അടുത്തങ്ങ് ജീവിച്ച് ഇവിടെ ഒരുത്തി അവതാളത്തിലാക്കിയിട്ട് പോകുന്ന ആ പരിപാടി നടക്കൂല കേട്ടാ. സുഖമായിട്ട് പോകുന്നവന്മാർ പൊക്കോ കൊടുക്കാനുള്ള തിരിച്ചു കൊടുത്തിട്ട് പോകും. പിന്നെ ഇവൻ്റെ ഒന്നും പുറകെ ഇനി പോകരുത്. ഈ കിട്ടാനുള്ള കാശും സ്വർണവും അത് വാങ്ങിയെടുക്കുക. എന്തിന്? ഇവനെയൊക്കെ ന്യായീകരിക്കുന്നു. അവൻ പഠിപ്പിച്ചു പോലും. ഇവരെ പൈസ കൊണ്ടാണ് അവൻ പഠിച്ചത്. സൂപ്പർ. ഇതാണ് അവസ്ഥ. എന്തായാലും കൊള്ളാം അലിയേട്ടാ ആ പൈസ ഞങ്ങൾ തിരിച്ചു കൊടുത്തേക്ക്. എന്തായാലും കൊള്ളാം. പിന്നെ ഇവര് സ്വർണം ഫേക്കാണെന്ന് ചിലവർ പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ കൊടുത്ത വോയിസിൽ തന്നെ അവർ പറയുന്നുണ്ട് അത് സ്വർണവും ഒക്കെ ആകുമ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർണം ഫേക്കല്ലെന്ന് അവിടെ തന്നെ എക്സ്പോസ് ആയി അവരുടെ ബന്ധുക്കൾ പറയുന്നു.
ഓക്കെ. അപ്പോൾ സ്വർണ്ണമൊന്നും ഫേക്കല്ല, കൊടുക്കാനുള്ള 100 പവനും കൊടുത്ത് കാശും കൊടുത്തിട്ട് കാര്യം അങ്ങ് സോൾവ് ആക്കിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ജസ്റ്റിസ് ഫോർ ആയിഷ മുഹമ്മദ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.